കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ആരാണ് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി? വൈജ്ഞാനിക ചക്രവാളത്തിലെ രാജകേസരിയാണ്. ബഹുമാനപ്പെട്ടവര് കാണുന്നു റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് അത് തുറന്നിട്ട് വാരി വാരി ഇങ്ങനെ എടുക്കുന്നതാണ് കാണുന്നത്. ബഹുമാനപ്പെട്ടവര് ദുഃഖിച്ചുപോയി. ഇതൊരു അബദ്ധ സ്വപ്നമാണോ? സവാനിഹെ അബി ഹനീഫ മറിച്ചോ? ഹയാത്തു അബി ഹനീഫ വായിച്ചോ? മനാഖിബുൽ ഇമാം അബി ഹനീഫത്തുൻ നുഅ്മാൻ വായിച്ചോ? അതിലെ കാണാം ഇങ്ങനെ വാരി വാരിയിടുന്നത് ഇങ്ങനെ കാണുകയാണ്. അപ്പൊ എനിക്ക് സങ്കടമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ തുറന്നിട്ട് വാരിയിടുന്നത് ചിലപ്പോൾ നല്ല ലക്ഷണമുള്ള സ്വപ്നമായില്ലെങ്കിലോ? അതുകൊണ്ട് ആളെ പറയാതെ വ്യാഖ്യാനം ചോദിക്കാം. ഇമാം അബൂ ഹനീഫ തങ്ങളെ കാലത്തുള്ള പണ്ഡിതന്മാരുടെ ഒക്കെ ചെന്നു. ഒരാൾ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗള തുറന്നിട്ട് ഇങ്ങനെ വാരി വാരി ഇടുന്നതാണ് സ്വപ്നം കാണുന്നത്. അപ്പൊ സ്വപ്ന വ്യാഖ്യാനം ചോദിക്കപ്പെട്ട ആള് പറഞ്ഞു, ഇത് വലിയ ഗംഭീരമായൊരു സ്വപ്നമാണ്. ഈ സമുദായത്തിലെ വൈജ്ഞാനിക ചക്രവർത്തിയായ ലോകമറിയപ്പെടുന്ന പണ്ഡിതനായി ആ കണ്ടാള് മാറും. അതാരാണ്? എനിക്കൊന്ന് കാണിച്ചു തരാമോ? എന്നിട്ട് അദ്ദേഹം ഇമാം അബൂ ഹനീഫ തങ്ങളെ അറിയാത്ത ആളാണ്. അത് അബൂ ഹനീഫയാകാനാണല്ലോ തരമുള്ളത്. ഉടനെ അഭിമാനത്തോടെ പറഞ്ഞു, ഞാൻ തന്നെയാണ് നുഅ്മാൻ ഇബ്നു സാബിത്ത് അബൂ ഹനീഫ. പ്രിയപ്പെട്ടവരെ, ഇതാണ് സ്വപ്നത്തിന്റെ ലോകം എന്ന് പറയുന്നത്. ഇനി അതിലാരും നൂലാമാല ഉണ്ടാക്കേണ്ടതല്ല. ഒരാൾക്ക് സ്വപ്നം കാണാം, അത് മറ്റൊരാളോട് പറയാം, വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉദ്ധരിക്കാം. അത് പിടിച്ചിട്ട് ബഹളമുണ്ടാക്കേണ്ട വിഷയമല്ല. പക്ഷേ എന്തു ചെയ്യാനാണ്? ഇത് പകലാണോ എന്നതിന് തെളിവ് കൊടുക്കേണ്ട കാലമായാൽ വിപത്തിന്റെ കാലമാണെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അഥവാ പകലാണെന്ന് പറയുമ്പോ അതിനും തെളിവ് വേണമല്ലോ എന്ന് പറഞ്ഞ ആളുകൾ വന്നാൽ കുഴഞ്ഞതു തന്നെ. ഇതുപോലെ കാലം മാറുമ്പോ വിഷയം ആധികാരികമായി പഠിച്ചിരിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ വിശറി കൊണ്ട് വീശി കൊടുക്കുന്ന സ്വപ്നമാണ്. അപ്പൊ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വന്തം വ്യാഖ്യാനം കണ്ടെത്തിയില്ല. കാരണം ആ വിജ്ഞാനമുള്ളവരാണ് അത് പറയേണ്ടത്. ചില ആലിമീങ്ങൾക്ക് മുഖലക്ഷണം പറയാനുണ്ട്. മുത്തഖീങ്ങളായ ആളുകൾ മുഖലക്ഷണം പറഞ്ഞാൽ സൂക്ഷിച്ചോളണം. കാരണം അവർ നൂരില്ല, അള്ളാഹുവിന്റെ പ്രഭാവത്തിൽ നിന്ന് നോക്കുന്നവരും പറയുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ വളരെ യോഗ്യരായിരുന്നു. അക്കാലഘട്ടത്തിൽ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥപ്രകാരം നിങ്ങൾ ഓരോരുത്തരെയും വിലയിരുത്താൻ നോക്കിയാൽ ലക്ഷണങ്ങൾ ഇങ്ങനൊക്കെ തന്നെ എന്ന് തന്നെ എഴുതിയ കിതാബ് ഇമാം റാസി രചിച്ചിട്ടുണ്ട്. നമുക്ക് വരാം. അപ്പൊ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഫസഅൽതു ബഅദൽ മുഅബ്ബിരീന ഫീ ദാലിക. ഞാൻ അക്കാലഘട്ടത്തിൽ സ്വപ്ന വ്യാഖ്യാനം പറയുന്ന പണ്ഡിതന്മാരുടെ അടുക്കൽ ചെന്നു. അപ്പോൾ അതാ ഒറ്റയടിക്ക് പറയുന്നു, അള്ളാഹുവിൽ നിന്ന് നൂറുള്ള വിജ്ഞാനത്തിന്റെ ആളുകളാണ്, അവരുടെ വിശദീകരണം പഴക്കാറില്ല. ഫഖാലലി മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി തങ്ങൾ പറയാണ്, അൻത തദുബ്ബുൽ കദിബ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹിന്റെ അടുക്കൽ വീശിക്കൊടുക്കുന്ന ചിത്രമല്ലേ നിങ്ങൾ കണ്ടത്, സ്വപ്നമല്ലേ നിങ്ങൾ കണ്ടത്? അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ വ്യാജ ഹദീസുകൾ കെട്ടിയുണ്ടാക്കുന്നതിനെ നിങ്ങൾ തട്ടിമാറ്റുന്ന ആളാണ്. സ്വീകാര്യയോഗ്യമായ ഹദീസിന്റെ സംരക്ഷകനാണ്. അപ്പൊ ഇമാം ബുഖാരി തങ്ങൾ പറയാണ്, ഫഹുവല്ലദീ ഹമലനി അലാ ഇഖ്റാജിൽ ജാമിഇസ് സ്വഹീഹ്. എനിക്ക് സ്വഹീഹുൽ ബുഖാരി രചിക്കാനുള്ള പ്രേരണ അവിടുന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നൽകിയ മുന്നറിയിപ്പാണ്. ഇവിടെ ഒരു കാര്യം ഇടയ്ക്ക് കൂടി പറയുന്നതിൽ നിങ്ങൾ പന്തികേട് വിചാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറാ. ഈ ലോകത്തെ നടപടികൾക്ക് മുഴുവനും സാക്ഷിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ സാക്ഷിയാണ്. പണ്ടിതൊക്കെ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കുറച്ച് പണിയാ.
ഇപ്പൊ ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, ചിലപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സാറ്റലൈറ്റ് ക്യാമറയിലൂടെ ഇത് കാണുന്നുണ്ടാകാം. നിങ്ങളുടെയൊക്കെ മൊബൈലിൽ ആ സംവിധാനമുള്ള ആളുകൾ ഉണ്ടാകും. അതൊന്ന് സാറ്റലൈറ്റ് എടുത്ത് നോക്കിയാൽ മഅ്ദിനു സഖാഫത്തുൽ ഇസ്ലാമിയുടെ പള്ളി ചിലപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ കാണാം. അങ്ങനെ ലോകം മുഴുവനും കാണാൻ പറ്റുന്ന സംവിധാനം ഭൗതിക ലോകത്തുണ്ടെങ്കിൽ ലോകത്തിന്റെ രാജാവ് അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ നേതാവല്ല, ഇനി ലേറ്റസ്റ്റ് ഓർ അഡ്വാൻസ്ഡ് ഏറ്റവും അവസാനത്തെ സാങ്കേതിക വിദ്യയുടെയും അധികാരിയായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരൊറ്റ ദൃഷ്ടിയിൽ തന്നെ ലോകം മുഴുവനും കാണാനുള്ള സംവിധാനം കൊടുക്കാൻ അള്ളാഹുവിന് കഴിയുന്നതാണ്. കാരണം എന്തേ? ഇപ്പൊ വലിയ വലിയ മുതലാളിമാരുടെയൊക്കെ റൂമിൽ ചെന്നാൽ 4 സൈഡിൽ സ്ക്രീനുകൾ കാണാം. ആ സ്ക്രീനിലെല്ലാം ഓരോ ബൈ സ്ക്രീനും കാണാം. എന്താണ്? അവർ നടത്തുന്ന ഷോപ്പുകളുടെയോ ഓഫീസുകളുടെയോ ക്യാഷ് പോയിന്റോ മാനേജിങ് പോയിന്റോ ആണ് ഓരോരുത്തരത്തും കാണുന്നത്. അപ്പോഴാണ് നമ്മുടെ യൂസുഫ് അലി സാഹിബിന് മസ്കറ്റിലിരിക്കുമ്പോൾ ഒരു ആഗ്രഹം, എൻ്റെ സൗദി അറേബ്യയിലെ മാളിൽ കച്ചവടം നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ തുറന്ന് നോക്കിയാൽ മതി, അവർക്ക് പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഒന്ന് നോക്കിയാൽ കാണുന്നു, അതിന് സംവിധാനം ഇന്നുണ്ട്. അതുപോലെ ലോകത്തുള്ള കമ്പനികളുടെ മേധാവികൾക്ക് മുഴുവനും നോക്കാൻ സംവിധാനമുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാൻ ഇപ്പൊ നമ്മുടെ മൊബൈൽ ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ്. സുതാര്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ മുഖ്യമന്ത്രി അതാ അങ്ങ് US പത്രങ്ങളടക്കം പ്രകീർത്തിച്ചെഴുതിയതായി നമ്മൾ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട്. വിദേശ പത്രങ്ങൾ പോലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ സൈറ്റ് സംവിധാനത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇന്നത്തെ കാലമാണെങ്കിൽ ഇതിന്റെ എല്ലാം അധികാരിയായ ലോകത്തിന്റെ മുഴുവനും പരമാധികാരി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്തെ ഖബർ ഷരീഫിൽ കിടക്കുമ്പോ ലോകത്തുള്ള എല്ലാ അനുയായികളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാൽ കൊടുക്കാൻ കഴിവുള്ള റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ബോധം നമുക്ക് വേണം. അള്ളാഹ്ക്ക് വേണമെങ്കിൽ അവിടെ ഒരു സ്ക്രീൻ ഫിറ്റ് ചെയ്തു കൊടുക്കാം. നമ്മൾ സ്ക്രീൻ അല്ലേ ഇപ്പൊ കണ്ടിട്ടുള്ളൂ, ഇനി അതിനേക്കാൾ അഡ്വാൻസ്ഡ് ടെക്നോളജി നാളെ വരാം. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, പ്രൊജക്ടർ സംവിധാനത്തിലൂടെ ചെറിയൊരു നാരിലാണ് കാണുന്നത്. ഇനി താഴെ ഗ്രൗണ്ടിൽ നിന്ന് ലൈറ്റ് അടിച്ചിട്ട് ഒരു ലൈറ്റ് തരംഗങ്ങളെ കൊണ്ട് സ്ക്രീൻ ഉണ്ടാക്കുന്ന സംവിധാനം ചിലപ്പോൾ അധികം വൈകാതെ വന്നേക്കാം. ഇപ്പൊ തന്നെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ നമ്മൾ തുണിയൊക്കെ അല്ലേ കെട്ടുന്നത്, എന്നാൽ ഭൂമിയിൽ ചെറിയൊരു ട്യൂബ് വെച്ചിട്ട് നിശ്ചിത അന്തരീക്ഷത്തെ സ്ക്രീനാക്കി മാറ്റുന്ന ലൈറ്റിംഗ് സംവിധാനം വരാം. അതിനേക്കാൾ അഡ്വാൻസ്ഡും വരാം. ഇതെല്ലാം വന്നു കഴിയുമ്പോ അവസാനത്തെ സംവിധാനങ്ങളുടെയും അധികാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ എല്ലാ ജനങ്ങളുടെയും ഷാഹിദാണ്, അതുകൊണ്ട് എല്ലാരെയും ഒന്ന് കാണണമെന്ന് വിചാരിച്ചാൽ കാണിക്കാൻ അധികാരമുള്ള ഹബീബ് കാണുന്നുണ്ടെന്ന് ഖുർആൻ. ഖുൽ ഇഅമലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. നിങ്ങളെ സൽക്കർമ്മങ്ങൾ ചെയ്തോ, ഫസയറല്ലാഹു അമലക്കും, അല്ലാഹു നിങ്ങളുടെ പ്രവൃത്തികളെ കാണുന്നുണ്ട്, വറസൂലുഹു, അവന്റെ റസൂലും കാണുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഈ മഅദിലെ മജ്ലിസ് കാണിക്കപ്പെടുമ്പോ, നമ്മളെ കാണിക്കപ്പെടുമ്പോ നല്ല നിലയിൽ കണ്ടാൽ ഇൻ വജത്തു ഖൈറൻ ഹമിത്തുല്ലാഹ്, എന്റെ അനുയായി സ്വലാത്തിലാണ്, എന്റെ അനുയായി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബിന് സന്തോഷായി, അനുസരണയുള്ള അനുയായി ആണല്ലോ. ഇൻ വജത്തു ഗൈറ ദാലിക, എന്റെ അനുയായി കള്ളു കുടിക്കുകയാണ്, തെമ്മാടിയായി നടക്കുകയാണ്, റമദാൻ മാസം അറിയാതെ നടക്കുകയാണ്. അപ്പൊ ഹബീബിന്റെ ഖൽബ് വേദനിച്ചു പോകും. പക്ഷേ കാരുണ്യത്തിന്റെ നേതാവ് ശാപവർഷം ചൊരിയുന്ന നേതാവല്ല. അതുകൊണ്ട് ഞാൻ ഇസ്തഗ്ഫർതു ലഹു, ഞാൻ അവർക്ക് വേണ്ടി പൊറുക്കലിന് ചോദിക്കും എന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ സമയത്തും നിർദ്ദേശം നൽകുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്. ഇമാം ബുഖാരി തങ്ങൾക്ക് സ്വഹീഹുൽ ബുഖാരി രചിക്കാനുള്ള പ്രചോദനം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നേ നൽകുകയാണ്. ഇതുപോലെ ഒരുപാട് ഇമാമിയങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തജ്ഹീദ് സംബന്ധമായ കാര്യമാണ്. സ്വപ്നത്തിലൂടെയാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയമുള്ളത്, എനിക്ക് റസൂലുള്ളാഹിന്റെ അടുക്കൽ കിടക്കണം, അവിടെ കിടക്കാൻ പെർമിഷൻ ഉണ്ടോ എന്നറിയലാണ്. അതാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഈ പ്രശ്നത്തിന് പരിഹാരം ഞാൻ പറഞ്ഞാൽ പറ്റൂല, നിങ്ങൾ റസൂലുള്ളാഹിനോട് ചോദിച്ചോ. അപ്പൊ ഞാൻ മരിച്ചിട്ട് എന്റെ ജനാസ കൊണ്ടുപോയി റസൂലുള്ളാഹി തങ്ങൾ കിടക്കുന്ന ഹുജറത്തു ശരീഫയുടെ കവാടത്തിൽ വെച്ചിട്ട് ഹബീബിനോട് ചോദിക്കണം, സിദ്ദീഖാണ് വാതിൽക്കലിരിക്കുന്നത്, അടുത്ത് കിടത്തട്ടെ എന്ന് ചോദിക്കണേ. സമ്മതം നൽകിയാൽ കിടത്തണേ. ചോദിക്കാൻ പറഞ്ഞതാരാണ്? തൗഹീദിന്റെ അമരത്തു നിന്ന് ആദ്യം റസൂലുള്ളാഹിനെ സ്വീകരിച്ച ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ പുരുഷനായ മുവഹ്ഹിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹചാരിയായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഞാൻ മരിച്ചാൽ എന്റെ ജനാസ കൊണ്ടുവച്ചിട്ട് ചോദിക്കണം അടുത്ത് കിടത്തട്ടെ എന്ന്. സമ്മതം കിട്ടിയാ കിടത്തണം. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തെ ഏറ്റവും പ്രതിസന്ധിയുള്ള വിഷയം അവിടുത്തെ കബറടക്കുന്ന വിഷയം തന്നെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലം വന്നു. അവിടുത്തെ വിഷയങ്ങൾക്ക് പരിഹാരത്തിനോ ഉമർ റളിയല്ലാഹു ഭരണം നടത്തുന്ന സമയത്ത് ഓർഡർ വരുന്നു സ്വപ്നത്തിലൂടെ, ഓ ഉമർ ഇബ്നുൽ ഖത്താബേ, അല്പമൊന്ന് മയമായ സമീപനം സ്വീകരിക്കണം. ഓർഡർ സ്വപ്നത്തിലൂടെ വരുന്നു. സിദ്ദീഖ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങളത് സ്വീകരിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെയോ കൊലക്കത്തിയുമായി ആളുകൾ നിൽക്കുകയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു സംശയമുണ്ട്, ഇവിടുത്തെ പട്ടാളത്തെ ഇളക്കി വിട്ട് സമരം ചെയ്യണോ, അതല്ല ഞാൻ ഇവിടെ ഇരുന്ന് സഹിക്കണോ? പരിഹാരം തേടുകയാണ്. മാത്രമല്ല കുടിക്കാൻ വെള്ളം വേണം, നല്ല ദാഹമുണ്ട്. ഇത് രണ്ടിനും ഇപ്പോൾ പ്രതിസന്ധിക്ക് പരിഹാരം എവിടെ? അപ്പോഴാണ് സാഖിയേ കൗസർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നു, ഉസ്മാനേ, നിങ്ങൾ എന്റെ കൂടെ നാളെ നോമ്പ് തുറക്കാൻ വരുന്നോ, അതല്ല ഇവിടെ നിങ്ങളുടെ ചുറ്റുമുള്ള ശത്രുക്കളെ മാറ്റിത്തരണോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, എനിക്ക് തങ്ങളുടെ അടുക്കലേക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിനല്ലേ എനിക്ക് പ്രാധാന്യം, എനിക്കിവിടെ ഇനി ഒന്നും വേണ്ട. അന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്നാണ്, സൈന്യത്തെ ഇളക്കിയിട്ട് ഭരണാധികാരിയായി നിങ്ങളെ സംരക്ഷിച്ചുകൂടെ? എന്നെ കൊണ്ട് ആരും വേദനിക്കണ്ട, ഞാൻ പോകുന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ബിദായ വൻ നിഹായ 7-ാം വാള്യം ഹിസാർ ഉസ്മാൻ എന്ന അധ്യായത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അതാ പള്ളിയിൽ കിടക്കുമ്പോ ഹബീബിനോടൊരു മുലാഖാത്ത് വേണം. അന്നു രാത്രിയിൽ കിട്ടിയതായി ആലി മുഹബ്ബത്തുർ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഓരോ ഇമാമിങ്ങളുടെയും കാലത്ത് അവര് പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങളിൽ മുഴുവനും സ്വപ്നത്തിലൂടെയും ആത്മീയ ദർശനത്തിലൂടെയും ഹബീബ് ഇടപെട്ടിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ തങ്ങൾക്കുണ്ട്, ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങൾക്കുണ്ട്, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനുണ്ട്, അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനിക്കുണ്ട്. ഇതൊക്കെ ഇവിടെ വിശദീകരിക്കാനുള്ള സമയം പോരാ. അപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് ഹദീസിന്റെ രചനയ്ക്ക് ഒരുങ്ങിയപ്പോ പേന എടുത്തിട്ടങ്ങ് ഒരു കടലാസ് എടുത്തിട്ടങ്ങ് എഴുതാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതാൻ നേരം വേണമെങ്കിൽ കടലാസും പേന എടുത്തിട്ടങ്ങ് എഴുതാവുന്നതാണ്. പക്ഷേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അത് ചെയ്തില്ല. ഇന്ന് കണ്ടില്ലേ, ഇന്ന് ബൈബിളാക്ക ഖുർആനെ ബിബ്ലിക്കൽ സ്വഭാവത്തിൽ സമീപിക്കുകയാണ്. ഏത് ബസ് സ്റ്റാൻഡിലും കണ്ടില്ലേ ബൈബിളിന്റെ ഫ്രീ കോപ്പികൾ ഇങ്ങനെ വിതരണം ചെയ്യും പോലെ ഖുർആൻ അതിന്റെ മൂല്യത്തോടെയും മൂല്യമില്ലാതെയും തെറ്റായും ഒക്കെ അച്ചടിച്ച് പരിഭാഷകൾ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ട് ബൈബിൾ സ്വഭാവത്തിലേക്ക് ഖുർആനെ കൊണ്ടുപോവുക. കാരണം എന്താ? ഖുർആൻ അതിന്റെ ആദരവോടെ നമ്മുടെ അമരത്ത് കാത്തു സൂക്ഷിച്ചിരുന്ന് അത് ആദരവോടെ പാരായണം ചെയ്ത് അതിന്റെ വ്യാഖ്യാനം യോഗ്യമായ നിലയിൽ ചർച്ച ചെയ്തെടുത്തുനിന്ന് മാറ്റി എല്ലാവർക്കും ഖുർആൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പരിഭാഷപ്പെടുത്തി സർവ്വ രാജ്യത്തും ഇങ്ങനെ അടിച്ചു വിതരണം ചെയ്യുക. അതിൽ യഥാർത്ഥത്തിൽ ഖുർആനിന്റെ മൂല്യത്തെ നശിപ്പിക്കലുണ്ട്. കാരണം ഖുർആനിന്റെ ആയത്തില്ലാതെ
അധ്യായം 1 സൂക്തം 1 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേവലം മലയാളത്തിൽ മാത്രം കൊടുക്കുമ്പോൾ ഇത് വായിക്കുന്ന ആളുകൾ വിചാരിക്കും ഇതെന്തൊരു പുസ്തകമാണ് ഇത്, വിഷയങ്ങൾ തമ്മിൽ പ്രത്യക്ഷത്തിലൊരു ബന്ധവും കാണുന്നില്ല. പരലോകം പറഞ്ഞു വരുമ്പോൾ ദുനിയാവ് പറയും, ദുനിയാവ് പറയുമ്പോൾ ദജ്ജാലിനെ കുറിച്ച് പറയും, ദജ്ജാൽ പറയുമ്പോൾ ഫിരോവും പറയും. ഇതെന്താണെന്ന് അവർ വിചാരിക്കും. കൃത്യമായ വ്യാഖ്യാനങ്ങളോടെയല്ലേ ഓരോ ആയത്തും തമ്മിലുള്ള ബന്ധം പറയാൻ പറ്റൂ. ഓരോ ആയത്തിനും തൊട്ടടുത്ത ആയത്തിനോട് വ്യക്തമായ ബന്ധമുണ്ട്. അത് വിശദീകരിക്കാൻ സ്വതന്ത്രമായ തഫ്സീറുകൾ ഉണ്ട്. അപ്പൊ അതൊന്നുമില്ലാതെ കേവലം വാചിക പരിഭാഷ, വേർബൽ ട്രാൻസ്ലേഷൻ, ഇത് മാത്രമായി പരിശുദ്ധമായ ഖുർആൻ ഇറക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഖുർആനിനോട് അക്രമം ചെയ്യുന്നവരാ. ഖുർആനിന്റെ മൂല്യമറിയാത്തവർ, ഖുർആനിന്റെ ആശയത്തിന്റെ പരപ്പറിയാത്തവർ, 100, 200, 500, 1000 ഒക്കെ വോള്യം വ്യാഖ്യാനം എഴുതിയ ഖുർആൻ അത് കേവലമായ വാചക പരിഭാഷയിൽ പരിമിതപ്പെടുത്തി മൂല്യം ഇല്ലാതെ അവതരിപ്പിക്കുന്നൊരു കാലം. അതേ സമയത്ത് ഇമാമിങ്ങളോ, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള മഹാനാണ്. നടന്നു പോകുന്ന സമയത്ത് ഒരു മുത്തഅല്ലിം പറഞ്ഞു, ഒരു ഹദീസ് പറഞ്ഞു തരണേ. മുഖമങ്ങ് ചുമന്നുപോയി. പിന്നെ അവിടുത്തെ ദർസ് ഗാഹിൽ വന്നിരുന്നിട്ട് ചോദിച്ചു, മോനെ, നിന്നെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് നല്ല അദബും ഗുരുത്വമൊക്കെ ഉള്ള കുട്ടിയാണെന്നാണ്. പക്ഷേ തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഹദീസ് ചോദിക്കാനും കൊടുക്കാനും പാടുണ്ടോ? അതാണ് അവരുടെ മനസ്സിൽ ഹദീസിനോടുണ്ടായിരുന്ന ബഹുമാനം. ഇന്ന് അവിടെ നിന്നൊക്കെ പോയിട്ട് എന്താണെന്നറിയോ, എവിടുന്നെങ്കിലും ഒരു ശകലം ആയത്തും ഒരു ശകലം ഹദീസും എടുത്തിട്ട് അത് ശരിയായി വായിക്കാൻ പോലും അറിയാതെ ആലിമീങ്ങളെ മുഴുവനും ആക്ഷേപിക്കാനും ഇമാമീങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ലെന്ന് പറയാനും ധിക്കാരം പഠിപ്പിക്കുകയാണ് ഇവിടുത്തെ നവോത്ഥാനം എന്ന പേരിൽ വന്ന പരിഷ്കരണ സംസ്കരണ പ്രസ്ഥാനങ്ങൾ ചെയ്തത്. അവർ മതത്തിന്റെ ആത്മാവിനെ കൊള്ളയടിക്കുകയും ശരീരത്തെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നവരാണ്. അവരിൽ നിന്ന് മാറിയിട്ട് ആത്മാവുള്ള ഇസ്ലാമിലേക്ക് വരണം. അപ്പോഴേ ഇസ്ലാമിന് മൂല്യമുണ്ടാവുകയുള്ളൂ. ഇന്ന് സർവത്ര എവിടെ നോക്കിയാലും ആയത്തിന്റെ വ്യാഖ്യാനങ്ങൾ ചില വീടുകളിലൊക്കെ മതിലിൽ എഴുതി വെച്ചിട്ടുണ്ട്, ചില സ്ഥാപനങ്ങളുടെ മതിലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബിദഈ പ്രസ്ഥാനക്കാരുടെ പള്ളി മതിലുകളിലൊക്കെ ഖുർആൻ ആയത്തിന് നമ്പർ ഇട്ടിട്ട് അവർക്ക് തോന്നിയ മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിസാരവൽക്കരിക്കുന്ന കാലമാണ്. ഇമാം ബുഖാരി തങ്ങൾക്ക് വേണമെങ്കിൽ പേനയെടുത്ത് പേപ്പറിൽ ഹദീസ് എഴുതി വെക്കാം. പക്ഷേ ഇമാം ബുഖാരി അതിന് തുനിഞ്ഞില്ല. മഹാനവറുകളെ പറയാണ്, മാ വളഅതു ഫീ കിതാബി ഹദീസൻ ഇല്ല ഇഗ്തസൽതു ഖബ്ല ദാലിക വസല്ലൈതു റകഅതൈൻ. ഞാൻ എൻ്റെ അടുക്കൽ ലക്ഷക്കണക്കിന് ഹദീസുണ്ട്. എനിക്കിഷ്ടം പോലെ ഓരോന്നും എഴുതിയതല്ല. ഞാൻ ഓരോ ഹദീസും വെക്കാൻ നേരം ബഹുമാനപ്പെട്ട ഇമാം ഫിർബരി പറയുകയാണ്, മാ വളഅതു ഫീ കിതാബി, എന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഞാൻ എഴുതിയിട്ടില്ല, വെച്ചിട്ടില്ല ഹദീസൻ, ഒരു ഹദീസിനെയും ഇല്ല ഇഗ്തസൽതു ഖബ്ല ദാലിക, അതിനു മുമ്പൊന്ന് ശുദ്ധി വരുത്തിയിട്ടല്ലാതെ. വസല്ലൈതു റകഅതൈൻ, 2 റകഅത്ത് നിസ്കരിച്ചു. വേറൊരു നിവേദനത്തിൽ കാണാം, ഇല്ലാ ബഅദമസ്തഖർതുല്ലാഹ തആല, അല്ലാഹുവിനോട് ഞാൻ ഇസ്തിഖാറത്ത് നടത്തി 2 റകഅത്ത് നിസ്കരിച്ചിട്ട്, പടച്ചവനെ, ഞാൻ ഈ ഹദീസ് ഈ കിതാബിലെ 1-ാം അധ്യായത്തിലെ 1-ാമത്തെ ഹദീസായി വെക്കട്ടെ എന്ന് അല്ലാഹുവിനോട് സെലക്ഷൻ തേടുന്ന ഇസ്തിഖാറത്ത് നടത്തി. വസല്ലൈതു റകഅതൈനി, എന്നിട്ട് ഞാൻ 2 റകഅത്ത് നിസ്കരിച്ചു. വതയഖൻതു സിഹ്ഹതഹു, അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തി. എന്നിട്ടല്ലാതെ ഒരു ഹദീസും ഞാൻ വെച്ചിട്ടില്ല. ആ സഹീഹുൽ ബുഖാരിയിൽ നിന്നാണ് ഏതെങ്കിലും ഒരു ശകലം എടുത്തിട്ട് മാക്കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅ, 11 റകഅത്ത് വിത്ത് തറാവീഹ് അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരിയിൽ പറഞ്ഞത്. എന്നിട്ട് എന്തേ ഈ 20 റകഅത്ത് നിസ്കരിക്കാൻ നിങ്ങൾ നടക്കുന്നത്? വിദേഹത്തുകാരന്റെ ചോദ്യമാണ്. എത്രയോ അസംബന്ധങ്ങൾ ഉൾക്കൊള്ളുന്ന വാദമാണത്. ഇവിടെ വിശദീകരിക്കേണ്ടതില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരാണ്? ശാഫഈ മദ്ഹബ് പ്രകാരം 20 റകഅത്ത് തറാവീഹ് നിസ്കരിച്ച മഹാനാണ്. മാത്രമല്ല, ഈ പവിത്രമായ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് കൊണ്ടുവന്നതിന്റെ ലക്ഷ്യമെന്താണ്?
ഈ ഹദീസ് കൊണ്ടുവന്നതിന്റെ താല്പര്യം എന്താണ്? ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നുണ്ട്, ഗായത്തു മാ ദഹബനാ ഇലൈഹി മിൻ തമസ്സുകിനാ മാ റവാഹുൽ ബുഖാരി അൻ ആയിഷ റളിയല്ലാഹു അൻഹാ മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നിസ്കാരങ്ങളുടെ എണ്ണം അറിയാൻ എത്ര നോക്കിയിട്ടും തറാവീഹിന്റെ നിസ്കാരത്തിന്റെ കൃത്യമായി എണ്ണം പറയുന്ന, അതെടുത്ത് എണ്ണം പറയുന്ന ഹദീസുകൾ അതിൽ വെക്കാൻ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെയോ അവസാനം എണ്ണ സംബന്ധമായും രാത്രി നിസ്കാര സംബന്ധമായും വന്ന ഒരു ഹദീസ് ഇമാം ബുഖാരിയുടേതാണ്. അത് എണ്ണത്തിന് തെളിവ് പിടിക്കേണ്ടതും അല്ല എന്നാണ് അൽ ഹാവിയിൽ ഫതാവയിൽ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നത്. ഈ ഭാഗം മാത്രം അടർത്തിയിട്ട് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, ബിദ്ഈ കക്ഷികൾ എഴുതാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിസ്കരിച്ച മഹാന്മാരായ സ്വഹാബികൾ അവർ 20 റകഅത്ത് തറാവീഹ് വ്യവസ്ഥാപിതമായി നിലനിർത്തിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ പ്രമാണം ബുഖാരി മാത്രമല്ല, ഖുർആനും ബുഖാരി ഉൾക്കൊള്ളുന്ന സുന്നത്തും അതുപോലെ മുസ്ലിം ലോകത്തിന്റെ ഏകോപനവും അതുപോലെ മുസ്ലിം ലോകത്തിന്റെ ആധികാരിക പണ്ഡിതരുടെ തുലന പഠനവും, ഇത് 4 പ്രമാണങ്ങളാണ് ഇസ്ലാമിൽ. അപ്പൊ ഈ വിഷയത്തിൽ എന്താണ് പ്രമാണം? തറാവീഹ് ഉണ്ടെന്നതിലല്ല, തറാവീഹിന്റെ റകഅത്തുകളുടെ എണ്ണത്തിൽ മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഅാണ്. 20 റകഅത്തും 3 റകഅത്ത് വിത്റും. അതിൽ കുറഞ്ഞ ഒരു നിസ്കാരം ഈ റമളാൻ വരെയും മക്കയിലോ മദീനയിലോ നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, മദീനയിലെ തറാവീഹ് നിസ്കാരത്തിന്റെ ചരിത്രം പറയുന്ന താരീഖു അദദ് റകഅത്തി തറാവീഹ് ഫിൽ മസ്ജിദിൻ നബവി അശ്ശരീഫ് എന്നൊരു ഗ്രന്ഥം തന്നെയുണ്ട്. അത്രയും വ്യക്തമായി ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. കാരണം മദീനയുടെ മാത്രം അങ്ങനെ എഴുതാനുള്ള കാരണം, മദീനയിൽ തറാവീഹിനോടൊപ്പം ഒരു സുന്നത്ത് നിസ്കാരം കൂടെ അധികം നിസ്കരിച്ച ശൈലി മാലിക് ഇമാം തങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. കാരണം മക്കക്കാരായ ആളുകളെ തറാവീഹിന്റെ ഇടയിൽ, തറാവീഹ് എന്ന് പറഞ്ഞ തർവിഹത്ത് റെസ്റ്റ് എന്ന പദത്തിന്റെ ബഹുവചനമാണ്. അപ്പൊ 4 റകഅത്ത് നിസ്കരിച്ചിട്ട് റെസ്റ്റ് എടുക്കും. സ്വഹാബത്തിന്റെ റെസ്റ്റ് എന്താണ്? വെറുതെ ഇരുന്ന് കട്ടൻ ചായയും കൊട്ടൻ പീടി അടിക്കലല്ല, അവര് തവാഫ് ചെയ്യലാണ്. അതാണ് അവരുടെ റെസ്റ്റ്. അപ്പം മക്കക്കാരായ ആളുകൾക്ക് 4 റകഅത്ത് തറാവീഹ് കഴിഞ്ഞാൽ ഒരു തവാഫ്, പിന്നെ വീണ്ടും 4 റകഅത്ത്, പിന്നെ വീണ്ടും അവിടുന്ന് തവാഫ്, പിന്നെയും തറാവീഹ് നിസ്കാരം. അപ്പൊ മദീനക്കാര് നോക്കി, ഞങ്ങൾക്ക് ഇവിടെ കഅബയില്ല, ഞങ്ങൾക്ക് എവിടെ പോയി തവാഫ് ചെയ്യാനാണ്, അതുകൊണ്ട് ഞങ്ങളുടെ റെസ്റ്റും നിസ്കാരം തന്നെ. അവരതിന്റെ ഇടയിൽ വീണ്ടും നിസ്കരിച്ചു. അങ്ങനെ 36 റകഅത്ത് തറാവീഹ് നിസ്കാരത്തിന്റെ കൂട്ടത്തിലുള്ള സുന്നത്ത് നിസ്കാരം അടക്കം ബഹുമാനപ്പെട്ട മദീനക്കാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ 20-ൽ കുറഞ്ഞ റിപ്പോർട്ടുകൾ ഈ വിഷയത്തിലില്ല. ഇതല്ലേ മോമിനീങ്ങളെ ലോക മുസ്ലിമീങ്ങൾക്കുള്ള പ്രമാണം. എന്നാൽ ഇന്നും എന്നും അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്ത് കുറെ ആളുകൾ കടന്നു വരുമ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരു ഹദീസിനെയും വെച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ വചനങ്ങളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ അടയാളപ്പെടുത്തിയപ്പോ ഞാൻ അതിന്റെ സ്വീകാര്യത ഉറപ്പ് വരുത്തുകയും അള്ളാഹുവിനോട് ഖൈറിനെ തേടുകയും ചെയ്ത് നിശ്ചിതമായ രീതിയിലല്ലാതെ വെച്ചിട്ടില്ല. എന്നിട്ട് മഹാനവറുകൾ എഴുതിയ കിതാബിന്റെ പൂർണ്ണ നാമം എന്താണ്? അൽ ജാമിഉസ് സഹീഹുൽ മുസ്നദ് മിൻ ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസുനനിഹി വഅയ്യാമിഹി എന്ന പൂർണ്ണമായ നാമത്തോടെ ജാമിഉസ് സഹീഹ് ഉണ്ടാക്കി. ഈ ഹദീസ് ഗ്രന്ഥം ലോകത്തുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും അത് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഗ്രന്ഥമാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽ ജാമിഉസ് സഹീഹ് അൽ മുസ്നദ് മിൻ ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസുനനിഹി വഅയ്യാമിഹി. ഈ ജാമിഉസ് സഹീഹിന്റെ ഉള്ളടക്കങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ തലവാചകങ്ങൾ, ഇതിന്റെ ഓരോ ഘട്ടങ്ങളും നിങ്ങളോട് വിശദീകരിച്ചാൽ ചിലതൊക്കെ ഇവിടെ പറയാൻ പരിമിതിയുള്ളതുണ്ട്, സാങ്കേതികമായ സ്വഭാവമുള്ളതാണ്. മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഒറ്റ വാക്കിൽ പറയാം, സഹീഹുൽ ബുഖാരിയിലെ ഓരോ അധ്യായങ്ങളും നോക്കിയാൽ ആ അധ്യായത്തിന്റെ അവസാനം കൊണ്ടുവരുന്ന ഹദീസിൽ ഇത് അവസാനത്തേതാണെന്ന് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പ്രയോഗമുണ്ടാകും. സഹീഹുൽ ബുഖാരിയിലെ എല്ലാ അധ്യായങ്ങളും നോക്കിയാൽ ഓരോ അധ്യായത്തിന്റെയും
അവസാനം കൊണ്ടുവരുന്ന ഹദീസിൽ ഇത് ക്ലോസിംഗ് ഹദീസാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാചകമെങ്കിലും ഓരോ ഹദീസിലും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരൊക്കെ നമുക്ക് വിശദീകരിച്ച് ദർസിൽ പറഞ്ഞു തരുമല്ലോ. ഈ വിഷയം പറഞ്ഞുകൊണ്ട് കുവൈത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച അൽ മദ്ഖൽ ഇലാ സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥമുണ്ട്. ഇതിൽ അത് വിശദീകരിച്ച് കാണാം. അൽ മദ്ഖൽ ഇലാ സ്വഹീഹുൽ ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാഹ് ഈ ഗ്രന്ഥത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. ഓരോ അധ്യായങ്ങളും അതിന്റെ ഉദാഹരണ സഹിതം ഉദ്ധരിക്കുന്നതായി കാണുന്നുണ്ട്. അപ്പൊ ഓരോ അധ്യായത്തിലും അവസാനം കൊണ്ടുവരുന്ന ഹദീസ് ഇത് ക്ലോസിംഗ് ഹദീസാണ് എന്ന് സൂചിപ്പിക്കുന്ന ഹദീസ് ഉണ്ടാകും. ഇനിയോ പ്രത്യേകമായ ഒരു ഘടനയിലാണ് ഓരോ അധ്യായങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത്. ആദ്യം ബാബു ബദ്ഇൽ വഹി, അള്ളാഹുവിൽ നിന്നുള്ള വഹി അവതരിക്കുന്ന ഹദീസാണ്. കണ്ടില്ലേ? കാരണം നിയമം കിട്ടണമെങ്കിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞു തരണം. അവസാനം കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن. അള്ളാഹുവിന്റെ അടുക്കൽ നാവിൽ ഭാരം കുറഞ്ഞതും എന്നാൽ നാളെ നന്മതിന്മകളുടെ ത്രാസിൽ തൂക്കം കൂടിയതുമായ വിശുദ്ധ വചനങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ബുഖാരി നിർത്തുന്നത്. 7000-ൽ ചില്ലാനം ഹദീസുകളാണ് ആവർത്തനത്തോടെ ഉള്ളത്. 4000-ൽ ശിഷ്ടം ഹദീസുകളാണ് ആവർത്തനം ഒഴിവാക്കിയുള്ളത്. എണ്ണം വ്യത്യസ്ത മാനദണ്ഡങ്ങളിൽ വ്യത്യസ്ത എണ്ണങ്ങൾ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വരാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ സ്വഹീഹുൽ ബുഖാരി രചിക്കാൻ നേരം പോകുന്നത് എവിടേക്കാണ്? ഖാലൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അന്നഹു അല്ലഫ സ്വഹീഹഹു ഫിൽ മസ്ജിദിൽ ഹറാം. ഒരഭിപ്രായം, മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരിയുടെ രചന നടത്തിയത്. എന്നാൽ മറ്റൊരു നിവേദനത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി മദീനത്തിരുന്നു. ഹവ്വലൽ ബുഖാരിയു തറാജുമ ജാമിഇഹി ബൈന ഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വമിൻബരിഹി വകാന യുസല്ലി ലികുല്ലി തർജുമത്തിൻ റകഅതൈനി. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയുടെ ഹെഡിങ് കറക്റ്റ് ചെയ്യാൻ പോയിരുന്നത് എവിടേക്കാണ്? ഇലാ മഹ്ബത്തിൽ വഹി വ സാഹിബിൽ വഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ പോയി വഫാത്തായ നബി തങ്ങളുടെ ഖബറു ശരീഫിന്റെയും മിമ്പറിന്റെയും ഇടയിൽ മാബൈന ഖബരി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗപ്പൂന്തോട്ടമെന്ന് പരിചയപ്പെടുത്തിയ സ്ഥലത്ത് പോയിരുന്നിട്ടാണ് സ്വഹീഹുൽ ബുഖാരിയിലെ ഓരോ അധ്യായത്തിന്റെയും പേര് ക്രമീകരിച്ചത്. കാരണം ലോകത്താരാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കാത്തത്? സിയാറത്ത് ചെയ്യാൻ വേണ്ടി മദീനത്തേക്ക് പോകാൻ പാടില്ല. വേണമെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ ഒരു സലാം പറഞ്ഞേക്കാം എന്ന ഇന്ത്യൻ കേരള മുജാഹിദിന്റെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ദേഷ്യത്തിന്റെ ഭാഗമാണ്. അവർക്ക് റസൂലുള്ളാഹിനെ അറിയില്ല. മുഹിബ്ബീങ്ങളെ, റസൂലുള്ളയല്ലേ എല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ നമ്മുടെ ജീവന്റെ ജീവൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ എഴുതിയില്ലേ, അസാലത്തെ കുൽ, ഇമാമത്തെ കുൽ, സിയാദത്തെ കുൽ, ഇമാറത്തെ കുൽ, ഹുകൂമത്തെ കുൽ, വിലായത്തെ കുൽ, ഖുദാ കേ ഹാ തുമാരേ ലിയേ. ഈ ലോകമാകമാനമുള്ള പ്രപഞ്ചാധികാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നത ശീർഷകങ്ങൾ മുഴുവനും മദീനയിലെ രാജാവിന്റെ ഉമ്മറപ്പടിയിലെ പ്രണാമങ്ങളാണ്. അത് വായിച്ചറിയേണ്ടവരാണ് നമ്മൾ. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണ്. അല്ല, ലോകമാകമാനമുള്ള വിശ്വാസികളുടെ ഹൃദയത്തിലെ നിറജീവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ പറയുമ്പോഴല്ലേ എല്ലാവരും എല്ലാം മറന്നുപോയി ലയിച്ചു ചേരുന്നത്.
അപ്പോഴല്ലേ വിശ്വാസിയുടെ ആത്മാവിന് വിലയുള്ളത്. എന്റെ ഹൃദയത്തിന് എന്തു വിലയാണുള്ളത്? എന്റെയും നിങ്ങളുടെയും മനസ്സുകൾക്ക് എന്ത് മൂല്യമാണുള്ളത്? ഹബീബ് വരുമ്പോഴല്ലേ മനസ്സിനു ജീവൻ വരുന്നത്. അല്ലെങ്കിൽ ആളൊഴിഞ്ഞ വീട് പോലെയല്ലേ. റസൂലുള്ള ഇല്ലാത്ത മനസ്സ് ആളില്ലാത്ത വീട് പോലെയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ആളുണ്ടെന്ന് തോന്നുന്നത് ഹബീബുള്ളപ്പോഴാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിൽ ലോകത്തിന്റെ നേതാവിനെ നിറച്ചു തരണേ റഹ്മാനേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബൊന്ന് അലങ്കരിച്ചു തരണേ റഹ്മാനേ. അതല്ലേ ഇമാം ബുഖാരിയുടെ ലക്ഷ്യം. ഞാൻ റസൂലുള്ളാഹിന്റെ വിശുദ്ധ ചര്യകളെ അടയാളപ്പെടുത്തുന്ന കിതാബ് എഴുതാൻ പോവാണ്. എനിക്കിരിക്കേണ്ട സ്ഥലമേതാണ്? ഹബീബിന്റെ ചാരത്താണ്. കാരണം ഖബറു ശരീഫിന്റെ ഉള്ളിലാണെങ്കിലും ഹയ്യുൻ ഫീ ഖബരിഹി, ഖബറിൽ ജീവിക്കുകയാണ്. ഖബറിൽ ജീവിക്കുകയാണ്. എന്തിനു പറയണം? ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത. മനസ്സിലാക്കി പോകല്ലേ ശുഹദാക്കളങ്ങ് മരിച്ചുപോയവരാണെന്ന്. എന്നാൽ ആ ശുഹദാക്കളെ പറഞ്ഞുവിട്ട നേതാവ് അങ്ങ് മണ്ണായി പോയെന്നാണോ ചിന്തിക്കേണ്ടത്? അതിലേറെ വലിയ അബദ്ധം ലോകത്തുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഖുർആൻ കൊണ്ട് തെളിയുന്നു, മിംബാബി ഔലാ വ ഔലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ജീവിക്കുകയാണ്. ഹദീസിന്റെ വിശദീകരണത്തിൽ മിർഖാത്തിൽ മുല്ല അലിയുൽ ഖാരി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖൗൽ ഉദ്ധരിക്കുന്നുണ്ട്. മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി ഫറദ്ദു അലൈഹി സലാം എന്ന ഹദീസ് വിശദീകരിച്ചിട്ട് പറയുമ്പോൾ സുയൂത്തി ഇമാമിന്റെ വചനം ഉദ്ധരിക്കുന്നുണ്ട്. ഹയ്യുൻ ഫീ ഖബരിഹി, ഖബറിൽ ജീവിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ വിഷയം വിശദീകരിക്കാൻ 64 വരിയുള്ളൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത ഉംദാ ശറഹുൽ ബുറുദയുടെ ടിപ്പണിയിൽ ഇന്ന് UAE-യിൽ ജീവിച്ചിരിക്കുന്ന ബസ്സാം മുഹമ്മദ് ബാറൂദ് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് സ്വതന്ത്രമായും അടിച്ച പ്രതികൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ശരി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മുതബർരികം ബി സുഹ്ബത്തിർ റസൂൽ വ മസ്ജിദിർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് പോയിരുന്നിട്ടാണ് ഇമാം ബുഖാരി തങ്ങൾ ഓരോ ഹെഡിങ്ങുകളും എഴുതുമ്പോ, മുതഅല്ലിമുകളെ, നമുക്കൊരു ഹദീസ് പോലും വായിക്കാൻ അർഹതയില്ല. കാരണം എന്തേ? ഹവ്വലൽ ബുഖാരി തറാജുമ ജാമിഇഹി ബൈന ഖബരിൻ നബി വ മിംബരിഹി വകാന യുസല്ലി ലികുല്ലി തർജുമത്തിൻ റകഅതൈൻ. ഓരോ ഹെഡിങ് എഴുതുമ്പോഴും 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഹെഡിങ് എഴുതിയത്. ഓരോ ഹദീസ് വെക്കുമ്പോഴും 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഹദീസ് ക്രോഡീകരിച്ചത്. ഇങ്ങനെ എല്ലാമുള്ള റസൂലുള്ളാഹിന്റെ തിരുഹദീസിനെ നമ്മൾ വായിക്കേണ്ടത് എത്ര അതബോടെയാണ്. വുദൂ ഇല്ലാതെ ഹദീസിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നമുക്ക് അർഹതയുണ്ടോ മുതഅല്ലിമുകളെ? അല്ലാഹു തആല അതൊക്കെ പറയുന്നത് പാലിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിക്കുന്ന ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാകാത്തതും ആകുന്നതും ഒക്കെ ഉണ്ടാകാം. പക്ഷേ വളരെ ബഹുമാനത്തോടെ ഇരിക്കണം. ഹബീബിന്റെ മജ്ലിസിലാണെന്ന ബോധത്തിലിരിക്കണം. വുളൂഓടുകൂടി ഇരിക്കണം. ഹബീബിനെ ഇഷ്ടം വെച്ചിരിക്കണം. അതൊക്കെ പാലിച്ച് ഓതിക്കൊടുക്കാനും വായിക്കാനും പഠിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. കൂട്ടുകാരെ, ഇത് ചെറിയ വിഷയമല്ല. ഈ ബഹുമാനങ്ങളെല്ലാം നിൽക്കുമ്പോഴാണ് ആത്മാവുള്ള ഇസ്ലാം ഉണ്ടാവുക. അല്ലെങ്കിൽ എന്താത്മാവുള്ള ഇസ്ലാമാണ്? ഒരാൾക്ക് നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? കൈ കെട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ. നേരെ ഇങ്ങോട്ട് വന്ന് അവിടെ നിന്നു, ഫാത്തിഹ ഓതി, ഒന്ന് കുനിഞ്ഞു, അവിടെ ഒന്നും ചൊല്ലൽ നിർബന്ധമില്ല. ഒന്ന് നേരെയായി, പിന്നെ ഒന്ന് വീണ്ടും കുനിഞ്ഞു, അവിടെ ഒന്നും ചൊല്ലൽ നിർബന്ധമില്ല. ഇങ്ങനൊരു കസർത്ത് കാണിച്ചാലും കർമ്മശാസ്ത്ര ഭാഷയിൽ അതിന് നിസ്കാരം എന്ന് പറയാം. പക്ഷേ നിസ്കാരമായോ? ഇതുപോലെയാണ് ദീൻ. ഖുർആൻ ഞങ്ങൾക്കെല്ലാം ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം വായിക്കണം
എന്ന് പറഞ്ഞിട്ട് ഖുർആനിനെ ലളിതവൽക്കരിക്കുന്ന ആളുകൾ. എന്താ ബുഖാരി ഇപ്പൊ നമ്മളങ്ങ് നോക്കി വായിച്ചാ കുഴപ്പം? ബുഖാരി വായിച്ചാ ഒരു കുഴപ്പമില്ല. പക്ഷേ വായിക്കുന്നതിന്റെ അർത്ഥം എങ്ങനെയാകണമെന്ന് അതിന്റെ ആളുകളാണ് തീരുമാനിക്കേണ്ടത്. ചില ആളുകൾ ഫത്ഹുൽ മുഈനിലെ ചില വചനങ്ങളും എടുത്തു വരും. ആ ഫത്ഹുൽ മുഈനിലെ വചനങ്ങൾ എടുത്തു വന്നിട്ട് അമ്മൽ ഇമാമു ഇദാ തറക്കൽ ഖിയാമ അല്ലദീ ഹുവ അഫ്ളലു ലഹു എന്ന് പറയുന്ന ആ ഇബാറത്ത് എടുത്തു വെച്ചിട്ട് ചില ആളുകൾ വിമർശിക്കാൻ വരും. അവരോട് ആദ്യം പറയേണ്ട മറുപടി, ഇതാരുടെ കിതാബാണ്? ഞങ്ങളുടെ ഉസ്താദിന്റെ കിതാബാണ്. ആ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന്. ഞങ്ങൾക്കറിയാം, നിങ്ങൾ മാറടോ, നിങ്ങൾക്കിത് കൈകാര്യം ചെയ്യാൻ അധികാരമില്ല. ഇതാണ് ആദ്യം മുത്തഅല്ലിമീങ്ങൾ പഠിക്കേണ്ടത്. കാരണം നമ്മുടെ ഉസ്താദിന്റെ കിതാബാണ് ഫത്ഹുൽ മുഈൻ. അതിൽ നിസ്കാര ശേഷം ദുആ വേണോ ദിക്ർ വേണോ അതൊക്കെ പഠിപ്പിച്ചിട്ട് അതിന്റെ നിയമത്തിന്റെ രീതി പറയാനാണ് അമ്മൽ ഇമാമു എന്ന ഇബാറത്ത് കൊണ്ടുവന്നത്. അത് നിങ്ങൾക്ക് തോന്നിയതുപോലെ വലിച്ചഴക്കാനല്ല. ഞങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ കിതാബാണ്. ഞങ്ങൾക്കറിയാം അതെങ്ങനെ അർത്ഥം വെക്കണം. നിങ്ങൾ അവിടെ നിന്ന് വായിക്കേണ്ടതല്ല. ഇത് പറയാനാണ് നമ്മൾ പാരമ്പര്യം ഏറ്റെടുക്കേണ്ടത്. അതുപോലെയാണ് ഹദീസിന്റെ വ്യാഖ്യാനങ്ങൾ. ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞങ്ങൾ ഉസ്താദുമാരിൽ നിന്ന് കേട്ടുപഠിച്ചവരാണ്. നിങ്ങൾക്ക് തോന്നിയതുപോലെ ദൂരെ നിന്ന് വായിക്കേണ്ടതല്ല. ഇതേതോ ഒരു കവി എഴുതിയ കവിതയല്ല. എത്രയോ കവികൾ കവിത എഴുതിയിട്ട് മരിച്ചുപോയി. അവരറിയാത്ത അർത്ഥങ്ങളാണ് ഇപ്പൊ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കവിതാ ലോകത്തൊരു ഗതികേടോ യാഥാർത്ഥ്യമോ സത്യമോ. ഓദർ ഈസ് ഡെഡ് എന്നാണ് അവരുടെ ഭാഷ. രചയിതാവ് മരിച്ചുപോയി എന്നാണ്. നമുക്കങ്ങനല്ല. ഓദർ ഇപ്പോഴും ജീവിക്കുകയാണ്, അഥവാ പരമ്പരയിലൂടെ ജീവിക്കുകയാണ്. ഇമാം എന്തർത്ഥം കൽപ്പിച്ചോ അതാണ് നമ്മൾ കൽപ്പിക്കേണ്ടത്. അതാണ് ഇസ്ലാമിക ലോകത്തിന്റെ ശൈലി. അതേസമയത്ത് ഇംഗ്ലീഷ് സാഹിത്യം വായിക്കുമ്പോൾ കവിത എഴുതിയ കവി അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം. അങ്ങനെ ഗതികേട് ഏതോ ഒരു മലയാള കവിക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. കഥയാണോ ശരിയാണോ എന്നറിയില്ല. ഒരു അധ്യാപകൻ ഇങ്ങനെ മലയാള കവിത വായിച്ചിട്ട് ഇങ്ങനെ അർത്ഥം പറയുമ്പോൾ ചെറുപ്പക്കാരനായ കവി അദ്ദേഹം എഴുതിയ കവിത തന്നെ യാദൃച്ഛികമായി പഠിക്കേണ്ടി വന്നു. അപ്പൊ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ എഴുതിയ കവിതയാണ്, ഞാൻ ഈ അർത്ഥമൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അധ്യാപകൻ പറഞ്ഞു, അവിടെ ഇരിക്കൂ, ഓദർ ഈസ് ഡെഡ്. എഴുതിയപ്പോ നിങ്ങളുടെ ബാധ്യത കഴിഞ്ഞു, ഇനി വേണ്ട പോലെ ഞങ്ങൾ വ്യാഖ്യാനിച്ചോളാം. അതല്ല ഇസ്ലാം. ഇസ്ലാം വാളിഅ് പറഞ്ഞതുപോലെയാണ് നമ്മൾ അറിയേണ്ടത്. ശരീഅത്തിന്റെ നിർണിതാവ്, അതിന്റെ അധികാരം നൽകിയ ശാരിഅ് പറഞ്ഞ ഭാഷയാണ്, ശാരിഇന്റെ വ്യാഖ്യാനമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ വചനത്തെ ആധികാരിക പശ്ചാത്തലത്തോടെയാണ് വായിക്കേണ്ടത്. അല്ലാതെ ഡിക്ഷണറി എടുത്തു വെച്ച് നമുക്ക് തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കേണ്ടതല്ല. അപ്പോൾ വരാം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹ് അവിടുന്ന് എഴുതി. സ്വാഭാവികമാണ്, ഇമാം ബുഖാരി തങ്ങൾക്ക് ഒരുപാട് വിരോധികളുണ്ട്. സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട അനുവാചകരെ, ഞാൻ അധ്യായങ്ങൾ മുഴുവനും മറിച്ചിടുകയാണ്. ചരിത്രത്തോട് വിശാലമായി നീതി പുലർത്താൻ ഈ സദസ്സിൽ സമയമില്ല. ഏതായാലും അവന്റെ മഹ്ലായ ഫദ്ലുണ്ട്. 2 ദിവസം ഇമാം ബുഖാരി തങ്ങളുടെ ജീവിതത്തിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ പറഞ്ഞു. അല്ലാഹുവേ, ഇത് ഞങ്ങൾ കേവലം ഒരു വിഷയാവതരണത്തിന് വേണ്ടി പറഞ്ഞതല്ല. ഞങ്ങൾക്ക് ഇമാം ബുഖാരി തങ്ങളുടെ പൊരുത്തം കൊണ്ട് ഇൽമ കിട്ടാനാണ്. ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുതഅല്ലിമീങ്ങളിൽ, ഉഖറവിയായ മുതഅല്ലിമീങ്ങളിൽ പെടുത്താനാണ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരുപാട് പരീക്ഷണം നേരിട്ട ആളാണ്. അവിടെയെല്ലാം വിനയം നിലനിർത്തിയ നേതാവാണ്. ഖുർആൻ സൃഷ്ടിവാദം എല്ലാ ഇമാമീങ്ങളെയും ബാധിച്ചു. കൂട്ടത്തിൽ ഇമാം ബുഖാരി തങ്ങളെ അവിടുന്ന് ബാധിച്ചു. സത്യം പറയുന്ന ആലിമീങ്ങൾ എന്നും വേദനിച്ചിട്ടുണ്ട്. അതവരുടെ മാറ്റു കൂട്ടുകയല്ലാതെ കുറച്ചിട്ടില്ല. അതില്ലതാ ഇമാമു ദുഹലി അക്കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ്. ആ മഹാനായ ഇമാമു ദുഹലി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിനെ തെറ്റായി വ്യാഖ്യാനിച്ച ആളുകളിൽ നിന്ന് കേട്ടുപോയ ആളാണ്. ബഹുമാനപ്പെട്ട ഇമാം ദുഹലി ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മുടെ വാക്കുകൾ സൃഷ്ടികളാണ്,
അപ്പൊ ചില ആളുകൾ പറഞ്ഞു, നമ്മൾ ഖുർആൻ ഓതിയാൽ ആ ഖുർആനും സൃഷ്ടിയാണ് എന്ന തെറ്റായ മെസ്സേജ് ഇമാം സുഹലിയുടെ അടുക്കൽ എത്തി. ആ ഇമാം സുഹലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അവിടുന്നതാ ഇമാം ബുഖാരി തങ്ങൾക്കെതിരെ ചില പ്രസ്താവനകൾ വന്നുപോയി. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെതിരെ ബഹുമാനപ്പെട്ടവർ ഫലമ്മാ ഖാല ദുഹലിയു, ദുഹലി പറഞ്ഞു, അലാ മൻ ഖാല ബിൽ ലഫ്ളി ഫലാ യഹില്ലു ലഹു അൻ യഹ്ളുറ മജ്ലിസനാ. ആരെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചരിക്കുന്ന ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞ ആളുകൾ എന്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ പാടില്ല. വഅഖദ റിദാഹു ഫൗക ഇമാമതി വഖാമ അലാ റൂസിൻ നാസ് فبعث إلى الذهلي جميع ما كان كتبه عنه على ظهر حمال. ഈ വിവരമറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ട് ഖുർആൻ സൃഷ്ടിവാദിയാണെന്ന് തെറ്റിദ്ധാരണ വന്നപ്പോ അതിനനുകൂലമായി പ്രസ്താവന നടത്തിയ ആളുടെ അടുക്കലേക്ക് ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ നിന്ന് കിട്ടിയ ഹദീസുകളൊന്നും വേണ്ട. ഫബഅസ ഇല ദുഹലി, ദുഹലി എന്ന അന്നത്തെ വലിയ പണ്ഡിതൻ, നമ്മളും ആദരിക്കേണ്ട പണ്ഡിതനാണ്. പക്ഷേ മഹാനവറുകളിലേക്ക് വിട്ടു. ജമീഅ മാ കാന കതബഹു അൻഹു അലാ ളഹരി ഹമ്മാൽ, ചുമട്ടുകാരുടെ കയ്യിൽ ദുഹലിയിൽ നിന്ന് കേട്ട ഹദീസിന്റെ രേഖകൾ മുഴുവനും അങ്ങ് കൊടുത്തുവിട്ടു. എന്നെ കുറിച്ച് തെറ്റിദ്ധാരണയിൽ നിങ്ങൾ പെട്ടുപോയല്ലോ, ശ്രദ്ധ പാലിച്ചില്ലല്ലോ. അത് ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസ് സ്വീകരിക്കുന്ന മാനദണ്ഡത്തിലും കൂടി പെട്ടതാണ്. ഇപ്പോ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഏതായാലും ബഹുമാനപ്പെട്ടവർക്കെതിരെ പ്രചരണമുണ്ടായി. വബഅദമാ വഖഅ മിനൽ ഫിത്നതി ബൈനൽ ഇമാമൈനി, രണ്ട് ഇമാമിയങ്ങളുടെ ഇടയിൽ ഈ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ കേരളത്തിലും ചില പണ്ഡിതന്മാരുടെ ഇടയിൽ വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടാളെയും ആദരിക്കുന്നിടത്തു തന്നെ നിലനിർത്തണമെന്ന് സൂചിപ്പിക്കാൻ ഈ സംഭവം പ്രചോദനം നൽകുകയാണ്. വീക്ഷണ വ്യത്യാസങ്ങളിൽ പണ്ഡിതന്മാര് രണ്ടു ദിക്കിലായാൽ പാമരന്മാർ അവരെ ആക്രമിക്കേണ്ടവരല്ല. ആ പണ്ഡിതോചിതമായ ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതല്ലേ ഒരു ലാബിൽ ഗവേഷണം നടത്തുന്ന രണ്ട് വിദ്യാർത്ഥികൾക്ക് രണ്ട് വീക്ഷണത്തിലെത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പുറത്ത് നിൽക്കുന്നവൻ കൈയിടേണ്ടതല്ല. കുട്ടികളെ മൈക്രോസ്കോപ്പ് വെച്ച്, ടെലസ്കോപ്പ് വെച്ച്, സ്റ്റെതസ്കോപ്പ് വെച്ചൊക്കെ നോക്കിയതാണ്. അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്റ്റെതസ്കോപ്പും മറ്റേ കോപ്പും ഒക്കെ എന്താണെന്ന് അറിയാത്ത ഒരുത്തൻ അതിനെക്കുറിച്ച് കമന്റ് വിട്ടാൽ അതിന് അർഹതയില്ല. എന്നതുപോലെ ആലിമീങ്ങൾ പണ്ഡിതോചിതമായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ വരാം. അതിൽ സാധാരണക്കാർ ഇടപെടേണ്ടതില്ല. അവസാനം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നൈസാബൂർ എന്ന പ്രദേശത്ത് നിന്ന് പോകേണ്ടി വന്നു. കാരണം അവിടുത്തെ മജ്ലിസിൽ നിന്നുള്ള മുതഅല്ലിമീങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് മുതഅല്ലിമീങ്ങളെല്ലാം മാറിപ്പോയപ്പോ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നൈസാബൂർ എന്ന ദേശം വിട്ടുപോകേണ്ടി വന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബുഖാറയിലേക്ക് ചെന്നപ്പോ അവിടെ ജനങ്ങളെ മുഴുവനും സ്വീകരിക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടേക്ക് ചെന്നു. ജനങ്ങളെ മുഴുവനും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കൈനീട്ടി സ്വീകരിച്ചു. എന്നു മാത്രമല്ല, ബഹുമാനപ്പെട്ടവര് വരുന്ന വഴിക്ക് മുഴുവനും അലങ്കാരമുണ്ടായി. വലമ്മാ സമിഅ അഹ്ലു ബലദിഹി ബിറുജൂഇഹി, ബഹുമാനപ്പെട്ടവർ തിരിച്ചു വരുന്നു എന്ന് നാട്ടുകാർ അറിഞ്ഞപ്പോ നുസിബത്ത് ലഹുൽ ഖിബാബു അലാ ഫർസഖിൻ മിനൽ ബലദി വസ്തഖ്ബലഹു അമ്മത്തു അഹ്ലിൽ ബലദി, നാട്ടിലെ ഭൂരിപക്ഷം ആളുകളും ഇമാം ബുഖാരി തങ്ങളെ സ്വീകരിക്കാൻ പോയി. ഹത്താ ലം യബ്ഖ മദ്കൂറുൻ ലയുശാരിക ഫി ഇസ്തിഖ്ബാലിഹി, അറിയപ്പെടുന്ന എല്ലാ ആളുകളും സ്വീകരിക്കാനെത്തി. മഹാനവറുകൾ വരുന്നെന്ന വാർത്തയറിഞ്ഞിട്ട് സന്തോഷം കൊണ്ട് അവിടെ ദീനാറും ദിർഹമുമൊക്കെ പൈസ വിതരണം വരെ നടന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടെ ദീനീ ദർസുമായി കൂടി. ചില നാട്ടുരാജാക്കന്മാര് ദീനിനെതിരായി വന്നിട്ടുണ്ട്.
ഇമാം ബുഖാരി തങ്ങൾ ഹദീസിന്റെ ദർസും കാര്യങ്ങളുമൊക്കെയായി കഴിയുകയാണ്. ഇമാം ബുഖാരി തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോ ഭാര്യ സന്താനങ്ങളെ കുറിച്ചുള്ള പരാമർശമില്ല, ഒരു ചരിത്ര ഗ്രന്ഥത്തിലും കാണാനില്ല. അപ്പോൾ അവിടുന്ന് വിവാഹിതനായിരുന്നോ? തെളിവുകൾ ചരിത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനസ്സിലാകുന്നത് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇൽമിനെ കല്യാണം കഴിച്ചതുപോലെ ഇമാം ബുഖാരി തങ്ങൾ ഹദീസിനെ വിവാഹം കഴിച്ചിട്ടുണ്ടാകണം. അഥവാ വിവാഹ താല്പര്യങ്ങളടക്കം മാറ്റിവെച്ചിട്ട് ഇൽമിനെ സമർപ്പിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാമുൻ നബവി. അതുപോലെയാകണം ഇമാം ബുഖാരിയും റളിയല്ലാഹു അൻഹു. പിന്നെ അബൂ അബ്ദുല്ലാ, അബ്ദുല്ലാന്റെ വാപ്പ എന്നൊരു സ്ഥാനപ്പേരുണ്ട്. അത് മകനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആദരപൂർവ്വം വിളിക്കുന്ന പേരിൽ പെട്ടതായതുകൊണ്ട് അതിൽ നിന്നും മകനുണ്ടെന്ന തെളിവെടുത്തുകൂടാതെ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഏതായാലും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബുഖാറ എന്ന നാട്ടിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ദർസുമായി കഴിയുകയാണ്. നിരവധി കഴിവുകളുള്ള മഹാനാണ്, സൂക്ഷ്മതയുള്ള നേതാവാണ്. കണ്ടില്ലേ ചരിത്രത്തിൽ ഇമാം ബുഖാരി തങ്ങൾ പരദൂഷണത്തെ കുറിച്ചുള്ള ഹദീസ് കേട്ടതിന് ശേഷം ഒരു വാക്കിലും പരദൂഷണത്തിന്റെ പ്രയോഗം വരാതിരിക്കാൻ വളരെ സൂക്ഷിച്ച മഹാനാണ്. അപ്പ ചില ഹദീസ് റിപ്പോർട്ട് ചെയ്ത ചങ്ങാതിമാര് അവരെ കുറിച്ച് വല്ല നെഗറ്റീവ് റിപ്പോർട്ടും പറയണമെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ അയാള് കള്ളനാണെന്ന് പറയില്ല, അയാള് മോശക്കാരനാണെന്ന് പറയില്ല, അയാള് നിർമ്മിത ഹദീസ് വാദിയാണെന്ന് പറയില്ല. മറിച്ച് മഹാനവറുകൾ പറയും തറക്കൂഹു, ഹദീസിന്റെ പണ്ഡിതന്മാർ അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അൻകറഹുന്നാസു, ജനങ്ങൾ സമ്മതിച്ചിട്ടില്ല. മത്റൂകുൻ, ഒഴിവാക്കപ്പെട്ട ആളാണ്. സക്കതൂ അൻഹു, അവർ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടില്ല. ഫീഹി നദറുൻ, ഇത് ആലോചിക്കേണ്ട പരമ്പരയാണ് എന്നല്ലാതെ നേരിട്ടൊരാളെയും കദ്ദാബുൻ വല്ലാഉൻ, ഹദീസ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ആളാണ്, ഹദീസ് മോശപ്പെടുത്തി ഉണ്ടാക്കുന്ന ആളാണെന്ന് അങ്ങനെ ചെയ്ത ആളുകളെ കുറിച്ച് പോലും ഇമാം ബുഖാരി പറഞ്ഞിട്ടില്ല. ഇവിടെ ഒന്ന് പറയാൻ നിങ്ങൾ അനുവദിക്കണേ. ഇസ്ലാം കൽപ്പിച്ച പ്രമാണങ്ങളോടെ റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പിനെ കൊണ്ടുവന്നപ്പോ അതെവിടുന്നോ വ്യാജമായി കൊണ്ടുവന്നതാണെന്ന് ആരെങ്കിലും കെട്ടിപ്പറഞ്ഞാൽ നാളെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പരലോകത്ത് വരുമ്പോ പ്രമാണങ്ങളില്ലാതെ റസൂലുള്ളാഹിന്റെ ആധാറിനെ തള്ളിയവർ അവിടെ വരുന്ന സമയത്ത് ഇമാം ബുഖാരി അവരുടെ കൂടെ നിൽക്കുമോ? യോഗ്യനല്ലാത്ത ഒരാളെ കുറിച്ച് യോഗ്യനല്ല എന്ന് പറയാൻ തടിക്ക് പിടിക്കാത്ത ഭാഷ ഉപയോഗിച്ച മഹാനാണ്. ഒരു കള്ളനെ കള്ളനാണെന്ന് വിളിക്കാൻ ധൈര്യമില്ല. ഏതെങ്കിലും വിഷയത്തിൽ അയാൾ നല്ലവനായി പോയാലോ അതുകൊണ്ട് മഹാനവറുകൾ പറയും ആ നാട്ടുകാരുടെ അഭിപ്രായം അയാൾ കള്ളനാണെന്നാണ്. അപ്പം ബുഖാരി ഇമാമിന്റെ തലേന്ന് കാര്യം ഒഴിഞ്ഞു കിട്ടി. അല്ലെങ്കിൽ ആ വിജ്ഞാന ശാഖയിലെ ആളുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല. അപ്പം നേരിട്ട് പടച്ചവന്റെ കോടതിയിൽ കണക്ക് പറയണ്ട. ഈ സൂക്ഷ്മതയുള്ള മഹാനാണ് ഇമാം ബുഖാരി. നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു. രണ്ട് ബഹുമാനപ്പെട്ടവര് പറയാണ്, അങ്ങനെ അമ്പെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു മനുഷ്യന്റെ തൂക്കുപാലത്തിന്റെ കയറിൽ അങ്ങ് പെട്ടുപോയി. ഹുമൈദ് ബിൻ അഫ്റദ് എന്ന് പറയുന്ന ആളുടെ പാലമാണ്. അദ്ദേഹത്തിന്റെ പാലത്തിന്റെ കയറ് 2 പ്രാവശ്യമേ ഇമാം ബുഖാരിയുടെ അമ്പെയ്ത്ത് തെറ്റുപറ്റിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കൃത്യമായി പറ്റിയവരാണ്. അഥവാ ലക്ഷ്യം പ്രാപിച്ച അമ്പെയ്ത്തുകളായിരുന്നു. അതും ഇമാം ഷാഫഈ തങ്ങളുടെ പിൻഗാമിയാണ്. ഷാഫി ഇമാം തങ്ങളെ 10 അമ്പെയ്താൽ 11 കുറിക്കുകൊള്ളുമെന്നാണ് പ്രയോഗം. കാരണം സംസം വെള്ളം കുടിക്കുന്ന സമയത്തു തന്നെ ഇമാം ഷാഫി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, പടച്ചവനെ ഞാൻ എയ്യുന്ന അമ്പ് ലക്ഷ്യത്തിലെത്തിക്കണേ അല്ലാ. കാണാം ചരിത്രത്തിൽ ഇങ്ങനെ ഒരുപാട് അധ്യായങ്ങളുണ്ട്. ഞാൻ ഇനി കടക്കാൻ നേരം പോരാ. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അത്രയും സൂക്ഷ്മതയുള്ള ആളാണ്. നാളെ പടച്ചവന്റെ മുമ്പിൽ പരദൂഷണക്കാരനായി എന്നെ പിടിക്കരുതെന്ന് നിഷ്കർഷതയുള്ളത് കൊണ്ട് സൂക്ഷിച്ച് പദപ്രയോഗം നടത്തിയ മഹാൻ.
ആ മഹാനവറുകള് ബുഖാറയിൽ നിൽക്കുമ്പോ എന്നെ കൊണ്ട് ഇനി ഇവിടെ ഒരു വിവാദം വേണ്ടാന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ടവർ ബുഖാറ വിടുകയാണ്. ഖർതങ്ക് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പോയി. അവിടെ ചെന്നിട്ടോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടെ താമസിക്കുമ്പോ ബഹുമാനപ്പെട്ടവരതാ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ കടക്കുകയാണ്. അതാ ഹദീസിന്റെ സേവനം കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവരെ നാട്ടിൽ നിന്ന് തുരത്താൻ പരിശ്രമിച്ച ഭരണാധികാരിക്കെതിരെ അവിടുന്ന് അങ്ങ് ദുആ ചെയ്തു പോയി. ആ ഭരണാധികാരി അവസാനം സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട് ജയിലിൽ കിടന്ന് നാറി മരിച്ചുപോയെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ വേദനിച്ച 2 ഘട്ടങ്ങളിലാണ് ദുആ ചെയ്യേണ്ടി വന്നത്. ആ 2 ഘട്ടവും ഫലിച്ചപ്പോ പിന്നെ ദുആ ചെയ്യാൻ പേടിയായിരുന്നു. ഫലിച്ചു പോകുമോ എന്ന പേടിയാണ്. അബ്ദുൽ വാഹിദ് ബിൻ ആദം എന്ന് പറയുന്ന മഹാൻ പറയുകയാണ്, ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അതാ കാണുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അതാ ഒരുപാട് സ്വഹാബത്തും കൂടി നിൽക്കുന്നുണ്ട്. ആരെയോ കാത്തു നിൽക്കുന്നത് പോലെയാണ്. ഞാൻ ചോദിച്ചു, തങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്? അബ്ദുൽ വാഹിദ് ബിൻ ആദം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, തങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഹമ്മദ് ബിൻ ഇസ്മാഈലിനെ സ്വീകരിക്കാനാണ്. അതെന്റെ മനസ്സിൽ ഇരിക്കുകയാണ് ആ സ്വപ്നം. അങ്ങനെ ഇരിക്കെയാണ് അല്പ ദിവസം കഴിയുമ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വഫാത്തായതായി ഞാൻ അറിയുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നിവേദകനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വഫാത്തായ സമയം നോക്കുമ്പോൾ അതാ 62 വയസ്സു ജീവിച്ച മഹാനവറുകൾ ഇനി 13 ദിവസമേ അതിന് ബാക്കിയുള്ളൂ. 62 വയസ്സു തികയാൻ توفي البخاري ليلة الفطر عند صلاة العشاء ودفن يوم الفطر بعد صلاة الظهر. ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഹിജറ 256 അതാ കൊച്ചു പെരുന്നാളിന്റെ രാവ്, ചെറിയ പെരുന്നാളിന്റെ രാവിൽ ശവ്വാൽ 1-ാം രാവിന് ലോകത്തോട് വിട പറയുന്നു. അതിന് തൊട്ട് മുമ്പ് മഹാനവറുകൾ ദുആ ചെയ്തു, اللهم إنه قد ضاقت علي الأرض بما رحبت فاقبضني إليك. ഓ അല്ലാഹുവേ, വിശാലമായി ലോകം ഇടുങ്ങിയതുപോലെ തോന്നുന്നു. സത്യം പറഞ്ഞതിന്റെ പേരിൽ വേദന അനുഭവിക്കുന്നു. ഹദീസിന്റെ ദർസ് നല്ലതുപോലെ നടത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞതിന് 1 മാസത്തിന്റെ ഉള്ളിലാണ് ബഹുമാനപ്പെട്ടവർ ഖർതങ്ക് എന്ന് പറയുന്ന പ്രദേശത്ത് ലോകത്തോട് വിട പറയുകയാണ്. അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് സഹീഹുൽ ബുഖാരി. ആ ബുഖാരി സമ്മാനിച്ചിട്ട് പോയി. ഒരു കിതാബല്ല, അദബുൽ മുഫ്രദ് എന്ന വേറെ കിതാബുണ്ട്, താരീഖുൽ കബീർ ഉണ്ട്, താരീഖുൽ ഔസത്ത് ഉണ്ട്, താരീഖുസ് സഗീർ ഉണ്ട്, അതുപോലെ തന്നെ ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്ന കിതാബുണ്ട്. അങ്ങനെ നിരവധി കിതാബിന്റെ രചയിതാവായ ഇമാം ബുഖാരി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഖദ് മാത ഖൗമുൻ മാതത് മകാരിമുഹും വആശ ഖൗമുൻ വഹും ഫിന്നാസി അംവാതു. ചിലര് മരിച്ചുപോയി ശരീരം കൊണ്ട്, പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുകയാണ്. ചില ചങ്ങാതിമാര് ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ മരിച്ചതിനേക്കാൾ വലിയ വിസ്മൃതിയിലാണ്. അപ്പ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന് സേവനം ചെയ്ത ലോകപ്രസിദ്ധ പണ്ഡിതനായ സൂക്ഷ്മജ്ഞാനത്തിന്റെ അതീവ ഗുരുവായ ഇമാം ബുഖാരി തങ്ങൾ വഫാത്തായി. ഇനി ഇതിനനുബന്ധമായി ഒരു കാര്യം പറഞ്ഞോട്ടെ. ലോകത്തുള്ള എല്ലാ ആലിമീങ്ങളും അതിന് സേവനം ചെയ്തു. അതിന് വ്യാഖ്യാനം എഴുതിയവരുണ്ട്, അതിന്റെ ക്രോഡീകരണത്തിൽ വ്യത്യസ്ത സേവനങ്ങൾ ചെയ്തവരുണ്ട്.
അതിന്റെ പ്രസാദനത്തിൽ പങ്കെടുത്തവരുണ്ട്. ഈ സ്വഹീഹുൽ ബുഖാരി രോഗശമനത്തിന് വേണ്ടി തുടക്കം മുതൽ ഒടുക്കം വരെ ബറക്കത്തിന് വേണ്ടി പാരായണം ചെയ്താൽ രോഗം മാറുന്നതാണെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും സ്വഹീഹുൽ ബുഖാരി ജുസുകളായി ബൈൻഡ് ചെയ്തിട്ട് കുറെ ആളുകൾ ഒരുമിച്ചിരുന്ന് ഓതി. അത് വിഷയം പഠിക്കാനല്ല, ബറക്കത്തിനു വേണ്ടി ഓതിയിട്ട് രോഗശമനത്തിന് മന്ത്രിക്കുന്ന സ്വഭാവമുണ്ടെന്ന് അൻവർ ഷാ കശ്മീരി എഴുതിയിട്ടുണ്ട്. അതുപോലെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിനിങ്ങളെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ, ഹദീസ് ലോകത്തെ വലിയ പണ്ഡിതന്മാർ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ രചനകൾ, സ്വഹീഹുൽ ബുഖാരിയുടെ ശൈലി, സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനങ്ങൾ, വ്യാഖ്യാതാക്കൾ, അങ്ങനെ ഒരു 2 ദിവസത്തേക്കുള്ള പഠനാർഹമായ വിഷയങ്ങൾ നമ്മൾ കടന്നു പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞത് സ്വീകരിക്കുമാറാകട്ടെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞ് ഖർതങ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഖബറടക്കിയപ്പോൾ എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് 5 മിനിറ്റ് നിന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്കിത് പറഞ്ഞുകൊണ്ട് നിർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ഹദീസിന് സേവനം ചെയ്ത ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ തിരുശരീരം കൊണ്ടുവന്ന് ഖബറിൽ വെച്ചു. ഖബർ അടക്കിയത് മുതൽ അവിടുന്ന് കസ്തൂരിയുടെ ഗന്ധമാണ്. ബിബറക്കത്തി ഹദീസിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ ബറക്കത്ത് കൊണ്ട് ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ നിന്ന് അതേ കസ്തൂരിയുടെ ഗന്ധം കാലങ്ങളോളം നീണ്ടു നിൽക്കുമ്പോ ജനങ്ങൾ മുഴുവനും അങ്ങോട്ട് വരികയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അവസാനം ഗവൺമെന്റ് മരം കൊണ്ട് വേലി കെട്ടി ബുഖാരി ഇമാം തങ്ങളുടെ ഖബർ സംരക്ഷിക്കാൻ. ഇന്ന് കെട്ടി ഉയർത്തിയ നല്ല ഖബറും മഖബറയുമൊക്കെ അവിടെയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളവറുകളും ഒരു സംഘവും അവിടെ പോയി അത് കണ്ടിവിടെ വന്ന് നിങ്ങളോടും നമ്മോടുമൊക്കെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും യാത്രാ സംഘം പോകുന്നുണ്ടെന്നാണ് തങ്ങളവറുകൾ പറഞ്ഞത്. ഏതായാലും അറിയുമോ, ആ നാട്ടുകാർക്ക് മഴയില്ലാതെ വന്നപ്പോ ഖാദിയുടെ അടുക്കൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ സംരക്ഷകനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ അക്കാലഘട്ടത്തിലെ വലിയ പണ്ഡിതൻ ഖാദിയോട് നിർദ്ദേശം പറഞ്ഞപ്പോ നല്ല മനസ്സുള്ള ഈമാനുള്ള ഖാദിയാണ്. നേരെ പോയി ഇമാം ബുഖാരി തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ നിന്ന് ഫതവസ്സല ബിഹി, ബുഖാരി ഇമാം തങ്ങളെ തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ നൽകണമേ. അതാ മഴയങ്ങ് കോരിച്ചൊരിയാൻ തുടങ്ങിയിട്ട് 2-3 ദിവസത്തേക്ക് ഗതാഗതം പോലും മുറിഞ്ഞു പോകുന്ന നല്ല മഴയാണ് ഇമാം ബുഖാരി തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയപ്പോ വെള്ളമില്ലാത്ത നാട്ടുകാർക്ക് കിട്ടിപ്പോയത്. ഇതുപോലെ നമുക്ക് തവസ്സുലാക്കാനുള്ള ബറക്കത്തെടുക്കാനുള്ള നേതാവ്, വൈജ്ഞാനിക ചക്രവാളത്തിലെ നേതാവ്, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യോഗ്യമായ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇമാം ബുഖാരി. അല്ലാഹുവേ, മഹാനവറുകൾ നാളെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ജാമിഉസ് സഹീഹും എടുത്തു പോകുമ്പോ കുറെ ഇമാമിയങ്ങളുണ്ട്. ഉംദത്തുൽ ഖാരിയും എടുത്തുകൊണ്ട് കൂടെ, ഇബ്നു ഹജർ തങ്ങളുണ്ട്, ഫത്ഹുൽ ബാരിയും കൊണ്ട് കൂടെ. അതുപോലെ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സക്കരിയൽ അൻസാർ തങ്ങളുണ്ട്, സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനവും കൊണ്ട് കൂടെ. ഇമാം നവവി തങ്ങളുണ്ട്, സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനവും കൊണ്ട് കൂടെ. ഇമാം ഐനി തങ്ങളുണ്ട്, സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനവുമായി കൂടെ. ഇമാം ഖസ്തല്ലാനി റഹിമഹുള്ളയുണ്ട്, സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനവുമായി കൂടെ. അതുപോലെ ആയിരക്കണക്കിന് ഇമാമിയങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ അമീറുൽ മുഅ്മിനീൻ നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോ വ്യാഖ്യാനം എഴുതിയ സേവനം ചെയ്ത മഹാന്മാരായ ഇമാമീങ്ങളെല്ലാം കിതാബും കൂടെ കൊണ്ട് ഞങ്ങൾ വ്യാഖ്യാനം എഴുതിയവരാണ്. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി വലാകിൻ ജിഹാദും വനിയ. ഫത്ഹുൽ ബാരിക്ക് ശേഷം ഒരു വ്യാഖ്യാനം ബുഖാരിക്ക് വേണ്ട, അതൊന്ന് നോക്കി പഠിച്ചാൽ മതി എന്ന് വരെ പറഞ്ഞ അത്രയും നല്ല വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളുണ്ട്. അതുപോലെ എല്ലാ ഇമാമീങ്ങളും പോകുമ്പോ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. പക്ഷേ റമളാനിലെ 2 പകലുകളിൽ അല്പസമയം വീതം ബുഖാരി ഇമാമിന്റെ മൗലിദ് പറയാനും അത് കേൾക്കാനും ഒരുമിച്ച് കൂടിയവരെന്ന നിലക്ക് ഈ ഇമാമികളുടെ എല്ലാം പിന്നിലായിട്ടെങ്കിലും ഞങ്ങൾക്കൊരു സ്ഥാനം തരണം റഹ്മാനേ. അർഹതയില്ല, ഔദാര്യം ചെയ്യണേ റഹ്മാനേ, ഔദാര്യം ചെയ്യണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഇതൊരു മൗലിദിന്റെ മജ്ലിസാണ്. ഞാൻ പാരായണം ചെയ്യുന്നൊരു മുതഅല്ലിമാണ്. അപ്പോൾ ഓരോ ദിവസവും ഇമാമീങ്ങളുടെ ചരിത്രം പറയുന്നത് അവരെ തവസ്സുലാക്കിയിട്ട് ഹബീബിലേക്ക് ചേരാനാണ്. അതുവഴി അള്ളാഹുവിന്റെ പ്രീതി നേടാനാണ്. അള്ളാഹുവേ, ഞങ്ങൾ ഇവിടെ പറഞ്ഞ വല്ല വാക്കിലോ പ്രയോഗത്തിലോ ഇമാം ബുഖാരിയുടെ മഹത്വത്തിന് നിരക്കാത്ത വല്ലതും വന്നുപോയെങ്കിൽ നീ പുറത്തു തരണം റഹ്മാനേ. റസൂലുള്ളാഹിന്റെ ഹദീസിന് നിരക്കാത്ത വല്ലതും വന്നുപോയെങ്കിൽ നീ വിട്ടുവീഴ്ച ചെയ്യണം റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഇഖ്ലാസോടെ ആമീൻ പറയണം. ഇത് ഇജാബത്ത് പ്രതീക്ഷയുള്ള മജ്ലിസാണ്, സ്വാലിഹീങ്ങളെ പറയുന്ന മജ്ലിസാണ്. എല്ലാ ആളുകളും നോമ്പുകാരാണ്, ചെറിയവരും വലിയവരുമായ മുതഅല്ലിമീങ്ങളുള്ള മജ്ലിസാണ്. ഇജാബത്ത് പ്രതീക്ഷയോടെ നമുക്ക് ദുആ ചെയ്തു നിർത്താം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ. ഇതുവഴി ഞങ്ങളെ റസൂലുള്ളാഹിന്റെ ആശിഖീങ്ങളിൽ പെടുത്തണം റഹ്മാനേ, മാദിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനേ, അവിടുത്തെ ദീനിന്റെ ഖാദിമീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. ഞങ്ങൾക്ക് ഇൽമില്ല, ഇൽമു നൽകണേ റഹ്മാനേ. ഞങ്ങൾക്ക് മഅരിഫത്തിന് യോഗ്യതയില്ല, ഔദാര്യം ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബുകൾ നീ പ്രകാശപൂരിതമാക്കണേ റഹ്മാനേ. ഈ റഹ്മത്തിന്റെ പത്തിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആലിമീങ്ങൾ, സാദാത്തുക്കൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, നേതാക്കന്മാർ, അവരുടെ എല്ലാം ഖബറുകൾ നീ പ്രകാശപൂരിതമാക്കണം റഹ്മാനേ, പ്രകാശപൂരിതമാക്കണം റഹ്മാനേ. ഈ മജ്ലിസിലുള്ള പലരുടെയും ഉമ്മമാര്, വാപ്പമാര്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യമാര്, ബന്ധുക്കൾ, മക്കൾ പലരും മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ എല്ലാം പാരത്രിക ലോകം സന്തോഷത്തിലാക്കണേ റഹ്മാനേ. ഞങ്ങളും മരിക്കേണ്ടവരാണ്. അവസാന സമയം കലിമ ഉറക്കെ ചൊല്ലി നിന്റെ ഹബീബിന്റെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ അവസരം നൽകണേ റഹ്മാനേ. റസൂലുള്ളാഹിന്റെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ അവസരം നൽകണേ റഹ്മാനേ. റസൂലുള്ളാഹിന്റെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ അവസരം നൽകണേ റഹ്മാനേ. നല്ല ഓർമ്മശക്തി നൽകണേ റഹ്മാനേ, നല്ല ബുദ്ധി നൽകണേ റഹ്മാനേ, നന്നായി പഠിക്കാനുള്ള ആവേശം നൽകണേ റഹ്മാനേ. അലീമായ റബ്ബേ, മരണം വരെ നിന്റെ ദീനിനും ഇൽമിനും ഖിദ്മത്ത് ചെയ്യാൻ വാഫിറായ ഹല്ല് നൽകണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങളുടെ സംസാരം വിദേശത്തിരുന്നു കൊണ്ട് കൃത്യമായി കേൾക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. ഇവിടെ പല ഓൺലൈൻ സംവിധാനത്തിലൂടെയും, മഅദിൻ ഓൺലൈനിലൂടെ, സുന്നി ഓൺലൈനിലൂടെ, മലബാർ
ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ, ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിലൂടെ എല്ലാം കേൾക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. അവരെയും ഞങ്ങളെയും എല്ലാം യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ പെടുത്തണേ റഹ്മാനേ. ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തണേ റഹ്മാനേ. കഴിഞ്ഞ വർഷം ഈ വേദി ഒരുങ്ങിയപ്പോ ഇവിടെ ഉണ്ടായിരുന്ന ചിലരൊക്കെ ഇന്ന് ഖബറിലാണ്. CK ഉസ്താദ് അവരുകളെ പ്രത്യേകം ഓർക്കുകയാണ്. രോഗത്തിന്റെ ക്ഷീണമുള്ളപ്പോഴും മുതഅല്ലിമുകളുടെ സഹായത്തോടെ വേദന സഹിച്ച് ഈ വേദിയിൽ ഇരുന്നിട്ടുണ്ട്. അല്ലാഹുവേ, പരലോകം പ്രകാശപൂരിതമാക്കണേ റഹ്മാനേ. അതുപോലെ ഞങ്ങളുടെ ഉസ്താദുമാർ, ആലിമീങ്ങൾ, സദാത്തുക്കൾ, മരണപ്പെട്ടു പോയവരുടെ മുഴുവനും ദറജ ഉയർത്തണേ റഹ്മാനേ. ഈ സ്ഥാപനത്തെയും സുന്നി പ്രസ്ഥാനത്തെയും സഹായിച്ച ഉമറാക്കളുണ്ട്, അവരുടെയും ഖബർ നീ സ്വർഗമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഉംറയ്ക്ക് വേണ്ടി പോയവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ നീ യാത്ര സുരക്ഷിതമാക്കണേ റഹ്മാനേ. അമലുകൾ സ്വീകരിക്കണേ റഹ്മാനേ. വരും ദിവസങ്ങളിൽ ഉംറയ്ക്ക് പോകുന്നവരുണ്ട്. നീ മർദിയത്തായ മഖബൂലത്തായ ഉംറയും സിയാറത്തും ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. അടുത്ത ദിവസങ്ങളിലായി എൻ്റെ ഉമ്മയും സഹോദരനുമൊക്കെ ഉംറയ്ക്ക് വേണ്ടി പോവുകയാണ്. അല്ലാഹുവേ, അവരുടെ യാത്രയിലും നീ ഹിഫ്ളാകണേ റബ്ബേ. മഖബൂലത്തായ മർദിയത്തായ ഉംറയും സിയാറത്തുമൊക്കെ ചെയ്യാൻ അവർക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. ഈ സ്ഥാപനത്തിന്റെ എല്ലാമായ സയ്യിദ് അവർക്ക് ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. താജുൽ ഉലമ ഉള്ള ആള് ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. ശൈഖുനാ AP ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഞങ്ങളൊക്കെ കുറെ കാലം ജീവിച്ചിട്ടെന്ത് കാര്യമാണ്? അവരൊക്കെ ജീവിക്കുമ്പോ ദീനിന് എത്ര വലിയ സേവനമാണ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങള് മോശക്കാരായതുകൊണ്ട് ഞങ്ങള് പങ്കാളികളായ പ്രസ്ഥാനങ്ങളെ പരാജയപ്പെടുത്തല്ല റബ്ബേ. ദർസുകൾ പരാജയപ്പെടുത്തല്ല റബ്ബേ. സ്ഥാപനങ്ങൾ പരാജയത്തിലാക്കല്ല റബ്ബേ. ഞങ്ങളുടെ എല്ലാമായ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. അവരെ പഠിപ്പിക്കാനോ പരിചരിക്കാനോ ഞങ്ങൾക്ക് നേരം കിട്ടുന്നവരല്ല. ഉഖറവിയായ ആലിമീങ്ങൾ, ഹാഫിളീങ്ങളായി, ഖുർറത്തു ഐനായി ഞങ്ങളുടെ മക്കളെ നീ നൽകണേ റഹ്മാനേ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും നൽകണേ റഹ്മാനേ. ഈ സ്ഥാപനത്തിലെ മുതഅല്ലിമീങ്ങൾ, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളിലെയും മുതഅല്ലിമീങ്ങളെ മുഴുവനും നീ ഏറ്റെടുക്കണേ റബ്ബേ. നല്ലവരാക്കണേ റബ്ബേ. ദീനിന്റെ കാവൽ ഭടന്മാരാക്കണേ റബ്ബേ. നാഫിയായ ഇൽമിന്റെ അഹ്ലുകാരാക്കണേ റബ്ബേ. മുതഅല്ലിമുകളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, ഖബർ സ്വർഗമാക്കണേ റബ്ബേ. പരിക്കുപറ്റി കിടക്കുന്നവരുണ്ട്, ശിഫയാക്കണേ റബ്ബേ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم حبب إلينا نبينا وحبيبنا صلى الله عليه وسلم من أموالنا وأنفسنا وأرواحنا ومن الماء البارد على الظمأ يا رب العالمين يا رب العالمين. اللهم أرنا وجه نبيك محمد صلى الله عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. സ്നേഹത്തിന്റെയും അംഗീകാരത്തിന്റെയും ചെറുഭാവങ്ങൾ പോലും ജീവനായി കരുതുന്ന മനുഷ്യജന്മങ്ങളുണ്ട് നമുക്കിടയിൽ. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തവർ, അനാഥർ, ആലംബഹീനർ, ശാരീരിക മാനസിക വൈകല്യങ്ങൾ ബാധിച്ചവർ, പ്രകൃതി ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും അകപ്പെട്ടവർ, നിസ്സഹായമായ ഈ ജീവിതങ്ങളിലേക്ക് ആശയും പ്രകാശവും കോരിയിടുകയാണ് മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയ.
ബുദ്ധിമാന്ദ്യ പരിചരണ കേന്ദ്രം, അനാഥാലയം, അന്ധവിദ്യാലയം, ബദിര വിദ്യാലയം, ശരീഅത്ത് കോളേജ്, തഹ്ഫീലുൽ ഖുർആൻ കോളേജ്, റെസിഡൻഷ്യൽ സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളുകൾ, ദൗവ കോളേജുകൾ, ബോർഡിംഗ് സ്കൂൾ, ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ, സ്കൂൾ ഓഫ് ഖുർആൻ, മോഡൽ അക്കാദമി, പബ്ലിഷിംഗ് സെന്റർ, സ്കൂൾ ഓഫ് ജേർണലിസം, കമ്പ്യൂട്ടർ സെന്റർ, ലാംഗ്വേജ് റിസോഴ്സ് സെന്റർ, ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് സെന്റർ എന്നീ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ മഅദിൻ കമ്മിറ്റിക്ക് കീഴിലുള്ളത്. ഇവയ്ക്കു പുറമെ വിജ്ഞാന കാരുണ്യ സംരംഭങ്ങളായ കാരുണ്യത്തിന്റെ കൈനീട്ടം, വിജയരേഖ, റൈറ്റേഴ്സ് ഫോറം, മോറൽ സ്റ്റഡി സെന്റർ തുടങ്ങിയവയും സ്ഥാപനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. മനുഷ്യത്വവും മനുഷ്യപ്പറ്റും ചേർത്ത് നിർത്തിക്കൊണ്ട് മഅദിൻ ഒരുപാട് ജീവിതങ്ങളെയാണ് കണ്ണീർ കയത്തിൽ നിന്നും കരകയറ്റുന്നത്.